ശ്രീ എം ആർ ഗോപൻ, തിരുവനന്തപുരത്ത് മാറാത്തത് എങ്ങനെ മാറ്റി? കഴിഞ്ഞ ഏകദേശം 45 വർഷമായി തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കുത്തക ഭരണം കൈയാളുകയായിരുന്നു. ആ കാലയളവിലൊക്കെ തന്നെ പ്രതിപക്ഷത്ത് പോയിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു ചർച്ച ഒരുപക്ഷെ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയും അത് നടപ്പിലാക്കുന്ന പ്രക്രിയയും ഒരുപക്ഷെ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് CPMന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കുന്ന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി ബഡ്ജറ്റ് അവതരണ വേളയിൽ പേര് മാറ്റിക്കൊണ്ട് ഒരു പദ്ധതിയെ നമുക്ക് ബഡ്ജറ്റ് അവതരണ വേളയിൽ ആ പദ്ധതി പ്രഖ്യാപിക്കുകയും അടുത്ത സാമ്പത്തിക വർഷം വരുമ്പോൾ അതേ പദ്ധതിക്ക് വേറൊരു പേര് ഇടുകയും ആ പേര് വച്ചിട്ട് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമായത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ചുമതലയെടുത്ത ശേഷം അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ട വികസിത കേരളം അല്ലെങ്കിൽ വികസിത അനന്തപുരി എന്ന ഒരു ആപ്തവാക്യം ഒരുപക്ഷെ അനന്തപുരം നിവാസികൾ കേരളം മുഴുവനും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അനന്തപുരത്തിലും അതുപോലെ കേരളത്തിലും മുഴുവനും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ട ആ ആപ്തവാക്യം ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആവശ്യമായി വന്നിരിക്കുന്ന നിരവധി കാര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭയുണ്ട്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഇന്ന് നടപ്പിലാക്കാൻ സാധിക്കാത്ത പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് പേരുകൊണ്ട് മാറ്റിക്കളയുക എന്നല്ല ബഹുമാനിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കപ്പെട്ടത്. അദ്ദേഹം വികസിത അനന്തപുരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 50 കൗൺസിലർമാരുടെ യോഗം കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് വാർഡുകളിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ടീമിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ വികസിത അനന്തപുരിക്ക് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കപ്പെടുന്ന ഏത് തരത്തിലുള്ള ഏത് വികസനമാണ് എന്ന ആ ഒരു പഠനം നടത്തി ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിത അനന്തപുരിക്ക് അനിവാര്യമായിട്ടുള്ള ഇന്ന് മാലിന്യ പ്രശ്നം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് വിളപ്പിശാല കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയ ശേഷം ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഡ്രൈനേജ് സംവിധാനം ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ 100 വാർഡുകളിലേക്ക് എത്തി നോക്കിയാൽ 32 വാർഡുകളിലാണ് ഡ്രൈനേജ് സംവിധാനം ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അവിടെയും വിവേചനപരമായ പെരുമാറ്റം നഗരസഭാ ഭരണകൂടത്തിനുണ്ടായിരുന്നു. കാരണം 32 വാർഡുകളിലെ ജനങ്ങൾ ആ സൗകര്യം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് കിട്ടുന്ന അതേ ടാക്സ് തന്നെയാണ് ഇത് കിട്ടാത്ത ആളുകൾക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധിയായിട്ട് നമുക്കിപ്പോൾ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ജനക്ഷേമ പദ്ധതികൾക്ക് തിരുവനന്തപുരത്ത് രാഷ്ട്രീയം നോക്കി അവരുടെ പാർട്ടി യോഗം ചേർന്ന് പാർട്ടി സഖാക്കൾ നിശ്ചയിക്കുന്ന ആളുകൾക്ക് അവരുടെ കൊടി പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് മാത്രം ആനുകൂല്യം കൊടുത്താൽ മതി എന്ന ഒരു പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയം അവർക്കുണ്ടായിരുന്നു. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കായിട്ട് കഴിഞ്ഞ 2015-ലും 2020-ലും 35 കൗൺസിലർമാരെ സമ്മാനിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നമുക്ക് അനന്തപുരി നിവാസികൾ സമ്മാനിച്ചു എന്നാണ്. അങ്ങനെ അനന്തപുരത്തിൽ 35 5 വർഷം കൂടിയപ്പോൾ 2015-ലും 20-ലും 35 കൗൺസിലർമാരെ തന്നു. ഓരോ കാര്യങ്ങൾക്കും ശക്തമായിട്ടുള്ള പ്രതികരണം തിരുവനന്തപുരം നഗരസഭയുടെ ഇന്ന് CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം കാണിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സമര പോരാട്ടം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികളായിട്ടുള്ള വനിതാ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ വേണ്ടി വന്നു. തലസ്ഥാനം ഭരണസ്ഥിരാ കേന്ദ്രമാണല്ലോ. അതിപ്പോൾ നഗരസഭയുടേത് മാത്രമായല്ല ഞാൻ പറയുന്നത്. പൊതുവായി എന്തു രാഷ്ട്രീയ വിവാദമുണ്ടായാലും തലസ്ഥാനം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഇടപാട് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെയും ഒരുപക്ഷെ ഉപയോഗപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞു എന്നാണോ? നഗരസഭയുടെ അഴിമതി വലിയ ചർച്ചയായതാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ
കിച്ചൺ ബിൻ അഴിമതി എന്നൊന്ന് കൊണ്ടുവന്ന് തെളിവ് സഹിതം നിരത്തിയതാണ്. അങ്ങനെ പതിവായി ഈ അഴിമതിക്ക് നടുവിലേക്ക് വീണുപോയ ഒരു ഭരണകൂടത്തെ ചൂണ്ടിക്കാട്ടാനായതും നിങ്ങളുടെ വിജയത്തിന് കാരണമായി. തീർച്ചയായിട്ടും ആ അഴിമതി എന്ന് പറഞ്ഞത് കഴിഞ്ഞ മുഖമുദ്രയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരാൾ മാലിന്യത്തിൽ വീണ് മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്താണ്. മാലിന്യ കൂമ്പാരമാണ്. നമുക്കറിയാം, ഈ പ്രദേശങ്ങളൊക്കെ തന്നെ പാർവതി പുത്തനാറ്, അതുപോലെ തന്നെ ആമയിഴഞ്ചാൻ തോട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മനുഷ്യജീവൻ വീണ് മരണപ്പെടുന്നൊരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലായിരുന്നു. അത് ജനങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധമാണ്. ഒരു മാറ്റം ആഗ്രഹിച്ച ജനം, വികസനം ആഗ്രഹിക്കുന്ന ജനം ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇവിടെ ഇന്ന് ചർച്ചയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗം തന്നെ അതാണല്ലോ. നമുക്ക് വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് അനന്തപുരത്തിന് കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള വികസിത നമുക്ക് വരേണ്ടതുണ്ട്.